ഹരിയാനയ്ക്ക് ശേഷം മഹാരാഷ്ട്രയും ജാർഖണ്ഡും BJP നേടുമെന്നാണ് പോളിംഗിന് ശേഷമുള്ള ഏതാണ്ട് എല്ലാ സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. BJP ലോകസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ ചെറിയൊരു പിന്നാക്കം പോയലിനെ അതിവേഗം മറികടന്നു എന്നാണ് തോന്നുന്നത്. അതങ്ങനെയാണ് തോന്നുന്നത്. അത് മഹാരാഷ്ട്രയിൽ ഇത്തവണത്തെ പ്രചാരണത്തിൻ്റെ സമയത്തൊക്കെ കാണാമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ ഒരു ഒന്നിച്ച് നിൽക്കുന്ന ഒരു NDA അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഏറ്റവും കൂടുതൽ എൻ്റെ ഓർമ്മ 12 റാലികളിൽ മോദി അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിൽ പങ്കെടുത്തു എന്നാണ് ഓർമ്മ. അതുപോലെ അമിത്ഷാ, ഇവർ രണ്ടുപേരുമാണ് അന്ന് കളം നിറഞ്ഞിരുന്നത്. അതല്ലാതെ അവിടുത്തെ BJPക്കൊരു നേതൃത്വത്തിൻ്റെ പോരായ്ക ആ സമയത്ത് ദൃശ്യമായിരുന്നു. ഇവർ തമ്മിൽ അതുപോലെ ഈ അജിത് പവാറുമായിട്ട് ആ സമയത്ത് ഇത് സഖ്യമുണ്ടായി അധികം കാലമൊന്നും നിന്നിട്ടില്ല. അജിത് പവാറാണെങ്കിൽ ഇപ്പോൾ അജിത് പവാർ പറയുന്നുണ്ടായിരുന്നു സുനേത്രയെ നിർത്തിയത് തെറ്റായി എന്ന് പറയുന്നുണ്ടായിരുന്നു. സുനേത്രയെ ഭാര്യയെ തന്നെ നിർത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ തളച്ചിടപ്പെട്ടു. ഭാര്യയെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കുക എന്ന് രാജ്യസഭയിൽ ഒരു സീറ്റ് കൊടുത്താൽ മതിയായിരുന്നു. വലിയ മണ്ടത്തരമായി. ആ കളിയൊട്ട് രക്ഷപ്പെട്ടുമില്ല. കാരണം കുടുംബത്തിൽ തന്നെ തർക്കം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇത്തവണ ഈ NDA തർക്കം മുഴുവൻ മറന്നിട്ട് ഒന്നിച്ച് നിന്ന് ഒരു സംഗതി മുമ്പോട്ട് വെച്ചു. പിന്നെ RSSൻ്റെ കേഡേഴ്സ് മുഴുവൻ അവിടെ നന്നായിട്ട് പണിതു. കോൺഗ്രസ് ഈ പവാറിൻ്റെ പാർട്ടിയും സുപ്രിയ സുലെ ഇതൊക്കെ വലിയ ഡിവിഷൻ വന്ന അതിൻ്റെ ഇടയ്ക്ക് മറ്റേ കൊലപാതകം നടന്നു. ബാബാ സിദ്ദിഖിയുടെ കൊലപാതകമൊക്കെ അവിടെ ഒരു ഹിന്ദു മുസ്ലിം ഡിവിഷൻ ഉണ്ടായി. അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടായി. പിന്നെയാണെങ്കിൽ ഇവിടെയൊന്നും അധികം ചർച്ച ചെയ്യപ്പെടാത്ത 6000 കോടിയുടെ ഒരു ബിറ്റ്കോയിൻ കേസ് സുപ്രിയ സുലേക്കും പട്ടോളയ്ക്കും എതിരെ അവിടുത്തെ PCC മാത്രം 237 കോടി രൂപ കിട്ടിയെന്നാണ് പറയുന്നത്. അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നേരത്തെ ഒരു IPS ഉദ്യോഗസ്ഥൻ രാജിവെച്ചൊരു കോർപ്പറേറ്റ് ഒരു കമ്പനിക്ക് വേണ്ടി ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ബിറ്റ്കോയിൻ എക്സ്പെർട്ട്. ഇവർ സുപ്രിയ സുളയും പട്ടോളയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ കുടുക്കി അയാളുടെ പേരിലും വേറൊരാളുടെ പേരിലും വ്യാജ വാലറ്റുകൾ ഉണ്ടാക്കി എന്ന് കഴിഞ്ഞ ദിവസം ആ വാലറ്റ് ഉണ്ടാക്കാനായിട്ട് എല്ലാം മധ്യസ്ഥമൊക്കെ വഹിച്ച ഇയാളെ വിളിച്ച് പറഞ്ഞിരുന്നു. ഈ മുൻ IPS ഉദ്യോഗസ്ഥനെ ഓഫീസറെ. അയാൾ സുപ്രിയ സുലയുടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ഇയാളെ വിളിച്ച് ഏൽപ്പിക്കുന്ന വോയിസും ഒക്കെ കൊടുത്തത്. ആ വോയിസ് ക്ലിപ്പിങ്സൊക്കെ വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനമൊക്കെ നടന്നത്. സത്യത്തിൽ ഈ 6000 കോടിയുടെ ബിറ്റ്കോയിൻ ഈ ദുബായിൽ പോയിട്ടാണ് ഇത് ക്യാഷാക്കിക്കൊണ്ടിരുന്നത്. ബിറ്റ്കോയിൻസ് പണമാക്കി കൊണ്ടുവന്ന്. അപ്പോൾ അത് മുഴുവൻ CBI ഇന്നലെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ED വന്നു. അത് കഴിഞ്ഞ് ED കൊടുത്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ CBI രംഗത്ത് വന്നത്. അങ്ങനെ CBI രംഗത്ത് വന്നതിനെ തുടർന്നാണ് അദാനിക്കെതിരെ അമേരിക്കയിലൊരു തല്ലിപ്പൊളി കേസ്, ഒരു കൈക്കൂലി കേസ്, ഒരു വൃത്തികെട്ട കേസാണ്. അത് നമുക്ക് വിശദമായിട്ടും സംസാരിക്കാം. പ്രേക്ഷകർക്ക് പലർക്കും അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. ഇതിനുശേഷം നമ്മൾ അദാനിയുടെ പുതിയ വിവാദം എന്താണ് എന്ന് സംസാരിക്കും. അതെ, അങ്ങനെയാണ് അത് വരുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോ ഇൻകംബൻസി ഉള്ളതുപോലെ മറ്റേ ഷിൻഡെയുടെ ഭരണമൊക്കെ വന്നിട്ട് അദ്ദേഹം അത്യാവശ്യം ഹിന്ദുത്വ പ്ലാങ്കിൽ ഒക്കെ തന്നെയാണ് കാര്യങ്ങൾ നടത്തിയിരുന്നതും സംസാരിച്ചു കൊണ്ടിരുന്നതൊക്കെ. കാരണം അവിടെ വോട്ട് ശതമാനം നന്നായിട്ട് കൂടി ഇത്തവണ. അപ്പോൾ വോട്ട് ശതമാനം കൂടിയത് മറ്റേ ഉപമുഖ്യമന്ത്രി ഫട്നാവിസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും മാത്രമല്ല, ഫട്നാവിസ് ഒരു ഉപമുഖ്യമന്ത്രിയായി തന്നെ ഒരുപാട് ഭരണത്തിൽ കൈകടത്താതെ വെറുപ്പിക്കാതെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു. ഈ ഭരണപരമായിട്ട് വലിയ അഴിമതി ആരോപണമോ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് ആ ഭരണം നടന്നു പോയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു യോജിച്ച ഒരു പലപ്പോഴും മോരും മുതിരയും പോലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മഹാവികാസ് അയൂതി അല്ലേ? അതെ, നിന്നുകൊണ്ടിരുന്നത്.
ഇത്തവണ ഇദ്ദേഹം പറഞ്ഞ 2 കാര്യം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. RSS പറഞ്ഞില്ല, ഫട്നാവിസ് പറഞ്ഞത് ലഡ്കി ബഹിൻ സ്കീം എന്ന് പറഞ്ഞിട്ട് ആ സ്കീം ഞങ്ങൾക്ക് വിജയത്തിന് ഉണ്ടാവും, വിജയം വരാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ കാര്യമൊക്കെ ഞങ്ങൾ ഇത് കഴിഞ്ഞ് തീരുമാനിച്ചോളാം, അതിലൊന്നും തർക്കമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ 65.02%. അതൊക്കെ ബോംബെയിൽ അത്ഭുതമാണ്. എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് പറയുമ്പോൾ ഈ എറണാകുളത്തെ വോട്ട് പെർസെൻറ്റേജ് വരുന്ന പോലെയാണ്. ആളുകൾ നാട്ടിലേക്ക് പോകും, അത് ടൂർ പോകും, അങ്ങനെ വോട്ട് ശതമാനം വരില്ല. ഇത് ഈ 1995 ശേഷം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷത്തിന് ശേഷം വരുന്നതാണ്. 95 71.7% ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ഹയസ്റ്റ് ആണ് ഇത് വരുന്നത്. ഇനി ലഡ്കി ബഹിൻ യോജന എന്ന് പറഞ്ഞാൽ അതൊരു ഗെയിം ചേഞ്ചറാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. 1500 രൂപ മാസം കൊടുക്കുക സ്ത്രീകൾക്ക് 21 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക്. അതിൻ്റെ ഉപാധി എന്താണെന്ന് വെച്ചാൽ വർഷം അവർക്ക് 2.5 ലക്ഷമേ വരുമാനം ഉള്ളൂ എങ്കിൽ ഈ 1500 രൂപ മാസം കിട്ടും. നമ്മുടെ മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും കിട്ടും. എല്ലാ സ്ത്രീകൾക്ക് അവിടെ 2.5 ലക്ഷം രൂപ ഒരു വർഷം. അതെ, അത് 2.26 കോടി സ്ത്രീകൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ജയിച്ചു വന്നാൽ 2100 രൂപ ആക്കാം എന്ന് വാഗ്ദാനമുണ്ട്. എന്ന് പറയുമ്പോൾ 600 രൂപയോളം കൂടും. അതും നല്ല കാര്യമാണ്. പിന്നെ RSSൻ്റെ കേഡേഴ്സ് ഗംഭീരമായിട്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് RSS ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി വലിയ തോതിൽ ക്യാമ്പയിൻ ചെയ്തു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഓർക്കാം, BJP ദുർബലമായ സ്ഥലങ്ങളിലൊക്കെ. അല്ല, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ എൻ്റെ ഒരു സുഹൃത്ത് രാഷ്ട്രീയം വളരെ സരസമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുകയാണ്, ഇനി ഒരു 25 വർഷത്തേക്ക് BJP തോക്കത്തില്ല. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അതായത് BJPക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി BJP ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 240 സീറ്റുകൾ വന്നു നിന്നു, ഭയങ്കര തകർച്ചയായിരുന്നു. ഇനി അവരിരുന്നിട്ട് ഈ എവിടെ സംഭവിച്ചു എന്നുള്ളത് കൃത്യമായി പഠിക്കും. അത് മറികടക്കാനുള്ള മെക്കാനിസം ഉണ്ടാവും. ഇനി ഇവരെ പിടിച്ചാൽ കിട്ടുകയില്ല എന്ന് പറയും. പിന്നെ സാറിന് എല്ലാവരും പറയുന്നത് 240 തീർന്നു കേട്ടോ, ഇത് പണി തീരുവാണ് എന്നല്ല. ഇദ്ദേഹം വളരെ കാര്യമായി പൊളിറ്റിക്സ് നിരീക്ഷിക്കുന്ന BJPക്കാരനല്ല. അത് പറയാണ്, ഇത് പ്രശ്നമാണ്, ഇവരത് പഠിക്കും, അത് മറികടക്കും, അടുത്ത ഇനിയുള്ള ഇലക്ഷനുകളെല്ലാം ഇവർ ജയിക്കും. കൃത്യമാണ്. അതിനുശേഷം ഹരിയാന, ഇപ്പം മഹാരാഷ്ട്ര വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം കിട്ടുകയാണ്. അതെ, ജമ്മു കാശ്മീരിലാണേലും വലിയ മുന്നേറ്റം ഉണ്ടായി BJPയുടെ ചരിത്രത്തിൽ. അപ്പോൾ BJPക്ക് ഒരു അടി ജനങ്ങൾ കൊടുത്തത് തകർക്കാനായിരുന്നില്ല, കൂടുതൽ നന്നാവാനായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളിവിടെ ആനന്ദ് നീലകണ്ഠനുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എഴുത്തുകാരൻ. അദ്ദേഹത്തിനോട് ഈ മഹാരാഷ്ട്രയിലെ അന്നത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ആരാണ് സ്ഥാനാർത്ഥി എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അത്രയും പ്രചാരണമൊക്കെ അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ പോലെ വീടുകളിലൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയല്ല. വടക്കൻ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വീട് കയറിയുള്ള ക്യാമ്പയിൻ നടക്കുന്നു. ഞാൻ ആലോചിക്കുന്നുണ്ട്, നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും മഹാരാഷ്ട്ര ലോക്സഭ ആര് എന്ത് സ്ഥാനാർത്ഥി എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു രൂപം ഉണ്ടാകും. അവിടെ എങ്ങനെയാണ്, ഒരു 1-2 ഫ്ലക്സ് ബോർഡ് കാണും, അനൗൺസ്മെന്റ് വേണ്ടി പോകും, ആളുകൾ പോയി വോട്ട് ചെയ്യും. മാത്രമല്ല ചില സ്ഥലങ്ങളിൽ ഈ RSSനോടൊക്കെ ചോദിക്കാതെ വേറെ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ഉള്ള ആളുകളൊക്കെ കൊണ്ടുവന്ന് നിർത്തുക, കോൺഗ്രസിൽ നിന്ന് വന്നവരെയൊക്കെ പിടിച്ചു നിർത്തുക, ഇങ്ങനെയുള്ള. ഇത്തവണ അങ്ങനെയൊന്നുമല്ല, യോജിച്ച പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ തവണ പലയിടത്തും ഈ തോൽവിയുടെ അടുത്ത് വന്ന വിജയമായതുകൊണ്ട് പലയിടത്തും RSSനെതിരെ തന്നെ RSS തോൽപ്പിച്ചതാണെന്നൊക്കെയുള്ള കിംവദന്തിയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ RSS ഒന്ന് ശ്രദ്ധിക്കണമല്ലോ, ഞങ്ങൾ ഉത്തരവാദികളല്ല. അത് ഹരിയാനയിലും ചെയ്തു, ഇവിടെയും മഹാരാഷ്ട്രയിലും ചെയ്തു. എന്തിന് പാലക്കാട് പോലും ചെയ്തു, പാലക്കാടും ചെയ്തു. മറ്റിടത്താണെങ്കിൽ ഹിമന്ത ബിശ്വ ശർമ്മയാണ് മേൽനോട്ടം മുഴുവൻ ഏൽപ്പിച്ചത് ആസാമിൽ നിന്ന്. ഇവിടെ നിതിൻ ഗഡ്കരിക്ക് ചുമതലയുണ്ടായിരുന്നു. ഏതായാലും മഹാരാഷ്ട്ര വിജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ നേട്ടമാണ്. പിന്നെ കോൺഗ്രസ് ഒരുപാട് മറ്റേ
BJP സഹായിച്ചു എന്ന് പറയാം. കാരണം അവർ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞ ഒരൊറ്റ സംഗതിയിലാണ് മഹാരാഷ്ട്രയിൽ നിന്നത്. ഈ രേവന്ത് റെഡ്ഡി പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നാൽ 4% സംവരണം തരുമെന്ന് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കും എന്നൊക്കെ ആ സമയത്ത് പറഞ്ഞു. ഏതായാലും മഹാരാഷ്ട്ര നേടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ നേടുന്നതിന് തുല്യമാണ്. കാരണം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വിഭവം ഉണ്ടാക്കുന്ന സംസ്ഥാനമാണ്. അതെ. അപ്പോൾ BJPക്ക് അനുകൂലമായി രാജ്യം അദാനിയും അംബാനിയും ഒക്കെ നേരിട്ട് ഇടപെടുന്ന സ്ഥലമാണ്. അതെ, BJPക്ക് വേണ്ടി വീണ്ടും രാജ്യം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി മാറുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ഏതായാലും നമുക്കൊന്ന് കാത്തിരിക്കാം. 2 ദിവസം കൂടെ മതിയല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.